Bobby Chemanur International Jewelers, traditionally trusted for 162 years. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രായപ്പ് നൽകി. AICC അംഗം VA നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ 37ാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ചാണ് നടക്കുന്നത്. 3 ദിവസങ്ങളിലായാണ് സമ്മേളനത്തിന്റെ ഭാഗമായി സർവീസിന് വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി. യാത്രയപ്പ് സമ്മേളനം AICC മെമ്പർ VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യ നാണയ സംഘത്തിലൂടെ കടന്നു വന്ന കേരളത്തിന്റെ സഹകരണ മേഖല, കേരളത്തിന്റെ ക്രെഡിറ്റ് മേഖലയിൽ തുടങ്ങി ഇന്ന് ജീവിതത്തിന്റെ നാനാ മേഖലകളിലും വ്യാപിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഉൾപ്പെടെ ജീവിതത്തിന്റെ നാനാ മേഖലകൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു മേഖലയായി, ജീവിതത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുന്ന ഒരു മേഖലയായി സഹകരണ മേഖലയെ മാറ്റിക്കൊണ്ടുവരാൻ സാധിച്ചത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനമല്ല, കോൺഗ്രസിന്റെ സഹകാരികളാണ്. നമ്മളാണ് അത് നേതൃത്വം നൽകിയത്. അത് നേതൃത്വം നൽകിയവരാണ് നിങ്ങൾ ഈ മുന്നിലിരിക്കുന്നത്. അത് നേതൃത്വം നൽകിയവരാണ് ഈ പിന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് അനിവാര്യമാണ്. 9 വർഷക്കാലമായി ശ്വാസം മുട്ടി നിൽക്കുകയാണ് നമ്മൾ. നിങ്ങൾ DA ലഭിക്കുന്നില്ല, ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ആനുകൂല്യം നൽകിയ മന്ത്രിയായിരുന്നു ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലഘട്ടത്തിൽ സഖാവ് MV രാഘവൻ, ശ്രീ K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം നൽകിയ ഒരു മന്ത്രിയായിരുന്നു. പിന്നീട് വന്ന CN ബാലകൃഷ്ണനായാലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സഹകരണ മേഖലയിലെ മന്ത്രിമാർ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായവരായിരുന്നു. KCEF സംസ്ഥാന വൈസ് പ്രസിഡന്റ് TC ലൂക്കോസ് അധ്യക്ഷനായിരുന്നു. ED സാബു, മുണ്ടശ്ശേരി ഗംഗാധരൻ, അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ്, PK രാജീവൻ, PK വിനയകുമാർ, CK മുഹമ്മദ് മുസഫ, CV അജയൻ, BR അനിൽകുമാർ, P രാധാകൃഷ്ണൻ, റജി P സാം, അനിത വത്സൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ബിനു കുര്യോക്കോസ് മറുപടി പ്രസംഗം നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും ഉണ്ടായിരുന്നു.